നമസ്കാരം. ഇസ്രായേൽ സൈനിക മേധാവി ഹലേവി രാജി പ്രഖ്യാപിച്ച വാർത്ത ഇപ്പോൾ എല്ലായിടത്തും പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഹലേവി രാജി പ്രഖ്യാപിച്ചതെന്നുള്ളതാണ് ഇതിന് പിന്നാലെയുള്ള ചോദ്യം. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ഹമാസിന്റെ മിന്നൽ ആക്രമണത്തിൽ IDF-ന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രാജി ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉടനൊരു തിരിച്ചടി പ്രതീക്ഷിക്കാമോ എന്നുള്ള ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇത് ഇരട്ടി ഉത്തരവാദിത്തമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഇദ്ദേഹത്തിന്റെ രാജിയെന്നും എല്ലാവരും ചോദിക്കുന്നു. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന് അദ്ദേഹം ഇക്കാര്യം അറിയിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം തന്നെ ഇത് വെളിപ്പെടുത്തുകയുമായിരുന്നു. തന്റെ കീഴിലുള്ള സൈന്യം ഇസ്രായേൽ രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പരാജയപ്പെട്ടുവെന്ന് രാജിക്കത്തിൽ ഹലേവി പറഞ്ഞു. ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരികയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുന്ന നിർണായക സമയത്താണ് ഹലേവിയുടെ പടിയിറക്കമെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മാർച്ച് 6 വരെ താൻ സ്ഥാനത്തുണ്ടാകുമെന്നും ആ സമയത്തിനുള്ളിൽ ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തെക്കുറിച്ചുള്ള ആഭ്യന്തര അന്വേഷണം പൂർത്തിയാക്കുമെന്നും ഭാവിയിലെ വെല്ലുവിളികൾ ഫലപ്രദമായി നേരിടാൻ IDF-നെ കൂടുതൽ സജ്ജമാക്കുമെന്നും ഹലേവി അറിയിച്ചു. 2023 ജനുവരി 16-നാണ് IDF ചീഫ് ഓഫ് സ്റ്റാഫായി ഹെർസി ഹലേവി തന്നെ ചുമതലയേൽക്കുന്നത്. ഹെർസിക്ക് പിന്നാലെ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു. സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവനായും സതേൺ കമാൻഡിന്റെ കമാൻഡറായും തന്നെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതേസമയം ഹലേവിക്കൊപ്പം തന്നെ ഗസയിൽ വിജയം സാധ്യമല്ലെന്ന് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബസലേൽ സ്മോട്രിച്ച് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആർമി റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന തന്നെ നടത്തിയത്. ഹമാസുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെതിരെയും സ്മോട്രിച്ച് നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഭരണമുന്നണി വിടുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ കരാറിനെതിരെ സുരക്ഷാ മന്ത്രിസഭയിലും മുഴുവൻ മന്ത്രിസഭയിലും വോട്ട് ചെയ്യുകയും ഉണ്ടായി. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബന്ധുക്കൾ രംഗത്തുണ്ട്. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുകയും വരെ പോരാട്ടം തുടരുമെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി. ബന്ദികളെ കൈമാറാനും ആക്രമണം അവസാനിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ആവശ്യപ്പെട്ടു. 3 വനിതാ ബന്ദികളെയാണ് കഴിഞ്ഞ ദിവസം കരാറിന്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ചത്. സമ്മാനപ്പൊതികൾ നൽകിയാണ് 3 പേരെയും ഹമാസ് യാത്രയാക്കിയത്. മാനസികവും ശാരീരികവുമായി മികച്ച സ്ഥിതിയിലാണ് ഹമാസ് വിട്ടയച്ച 3 ബന്ദികളും. എന്നാൽ ഇവർക്ക് പകരമായി ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിതരായ 90 ഫലസ്തീൻ തടവുകാർക്ക് പറയാനുള്ളത് വേദനാജനകമായ അനുഭവങ്ങളാണ്. ജയിലിനുള്ളിൽ കടുത്ത പീഡനങ്ങൾക്ക് വിധേയരായതിൽ ഒട്ടുമിക്ക തടവുകാരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശനിയാഴ്ചയാണ് അടുത്ത ബന്ദിമോചനവും തടവുകാരും കൈമാറ്റവും നടക്കേണ്ടത്. കരാർ പ്രകാരം കൈമാറ്റത്തിന് ഒരുക്കമാണെന്ന് ഹമാസും ഇസ്രായേലും അറിയിച്ചു. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഗസയിലേക്കുള്ള സഹായ പ്രവാഹം ശക്തമായി. നിത്യവും 600-ലേറെ ട്രക്കുകളാണ് ഗസയിലേക്ക് എത്തുന്നത്. അതേസമയം തകർന്ന ഗസയിൽ നിന്ന് ഹൃദയഭേദക ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. 100 കണക്കിന് മൃതദേഹങ്ങളാണ് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്നത്. റഫയിൽ നിന്ന് മാത്രം 137 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ച 3 ബന്ദികളെ ഇസ്രായേൽ സൈന്യം ഏറ്റുവാങ്ങി. ജോറോൺ സ്റ്റെൻബ്രച്ചർ, എമിലി ദമാരി, ഡ്രോമി ഗൊനൈൻ എന്നീ യുവതികളെയാണ് ഹമാസ് വിട്ടയച്ചത്. റെഡ് ക്രോസ് വോളണ്ടിയർമാർക്കാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത്. ഇവരാണ് ബന്ദികളെ ഇസ്രായേൽ സൈന്യത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചതും.